ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ബ്രേക്ക്ഫാസ്റ്റാണ് ഗൈസ്. ഞാൻ കഴിക്കാൻ പോകണേ ഉള്ളൂ. ഇന്നത്തെ ലേറ്റായി, ഏകദേശം 11:30 സോ നമ്മുടെ ഫുഡാണിത്. ഇന്നത്തെ ഇഡലിയും സാമ്പാറും എൻ്റെ മദറിൻ്റെ സ്പെഷ്യലാണ്. ഇന്നത്തിരി കുറഞ്ഞു, 4 ഉള്ളൂ. രാവിലെ നല്ല പോളിംഗ് ഒക്കെ കൊണ്ടാണ്, ഇന്നത്തിരി പോളിംഗ് കുറവാണ്. സാറിന് 7 കഴിക്കുന്നതാണ്. അപ്പോൾ ഷാപ്പാടൊക്കെ അടിച്ചിട്ട് നമുക്ക് കാറുണ്ടോ സർവീസ് ചെയ്യാനുണ്ടോ കേസ്. അപ്പോൾ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇത്തിരി ലേറ്റായി. സാറിന് ലേറ്റാവും, പറഞ്ഞിട്ട് കാര്യമില്ല, ആരോട് പറയാൻ, ആര് കേൾക്കാൻ. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് കേസ്. അപ്പോൾ നമുക്ക് വണ്ടി സർവീസ് ചെയ്യണ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ കേസ് നമ്മൾ സർവീസ് സെൻറ്ററിൽ എത്തിയൊക്കെയാണ് കേസ്, വീടിനടുത്തുള്ള തന്നെ. അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് സർവീസ് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് വേറെ പരിപാടിയും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായി എനിക്ക് സർവീസ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത്തിരി തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. അപ്പോൾ നല്ല പൊടിയും അഴിയും കാര്യങ്ങളൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അടിയൊക്കെ നല്ലോണം വാഷ് ചെയ്താലേ പറ്റത്തുള്ളൂ. ഒട്ടും ടൈമില്ലായിരുന്നു. അല്ല പിന്നെ നമ്മൾ പുറമേയാണ് വാഷ് ചെയ്യണം. അപ്പോൾ ഇൻറ്റീരിയറൊക്കെ ഒരു നല്ലോണം നമ്മൾ സെറ്റ് ചെയ്യും. ഇതിവിടെ JH എന്ന് പറഞ്ഞൊരിടത്താണ്, നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള തന്നെ. അപ്പോൾ ഗെയ്സ്, അപ്പോൾ നമ്മുടെ വണ്ടി നമുക്ക് കുട്ടപ്പനെ റെഡി ചെയ്ത് തന്നിട്ടുണ്ട്. സർവീസ് സെൻ്ററിൽ നിന്ന് നല്ല നീറ്റാക്കിയാണ് റെഡി ചെയ്ത് തന്നിരിക്കുന്നത്. അടിപൊളിയായിരുന്നു, നല്ല വേക്കെല്ലാം നല്ല സെറ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ഡ്രൈവ് നമ്മൾ പോകാണ് ഗെയ്സ്, പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗെയ്സ്. അപ്പോൾ നമ്മുടെ വണ്ടി ക്ലീനാക്കി ആക്കിയിരിക്കുകയാണ് ഗെയ്സ്. അപ്പോൾ നമ്മൾ ചെറിയ ഡ്രൈവ് പോവുകയാണ് ഗെയ്സ്. ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് ഓടിച്ച് നോക്കിയാണ് നമ്മൾ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒരു കണക്കിനാണ് ഇപ്പോൾ ഓടിക്കുന്നത്. ഈ സ്റ്റിയറിംഗിലായ ചെറിയ പോളിഷും കാര്യം ചെയ്തിരിക്കുന്നുണ്ട്. നമ്മൾ സ്റ്റിയറിംഗ് കവർ നമ്മളിപ്പോൾ യൂസ് ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ ഞാൻ എടുത്ത ടൈമിൽ ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല സ്റ്റിയറിംഗ് കവറും കാര്യങ്ങളൊന്നും. എനിക്കിതാണ് 800 ഓടിക്കുമ്പോൾ എനിക്കിതാണ് ഭയങ്കര ഫേവറബിളായിട്ട് കംഫർട്ടബിളായിട്ടുള്ള ഒരു സംഭവം പറയുന്നത്. അപ്പോൾ കേസ് നമ്മൾ ജസ്റ്റ് സൈഡൊന്ന് ഒതുക്കിയായിരുന്നു. വണ്ടിയുടെ എക്സ്റ്റീരിയർ ഭാഗമൊക്കെയാണ് നമുക്കിപ്പം വിഷ്വലി കാണുന്നത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേസ്, പക്ക, വേറെ ഒന്നും പറയാനില്ല. ഞാൻ തികച്ചും സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേസ്. ഇപ്പോൾ നമ്മുടെ വാഹനം ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് നമ്മൾ സൈഡ് ഒതുക്കിയത്. നല്ല ട്രാഫിക്കാണ്, പക്ഷേ എന്നാലും നമ്മൾ നൈസാ സൈഡ് ഒതുക്കി. ഇവിടെയാണ് ഇത്തിരി ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത്, ഇടമുള്ള മറ്റേ ഇത്തിരി ഇടുങ്ങിയ വഴിയാണെങ്കിൽ പാടാണ് കേസ്. അപ്പോൾ ഇവിടെ അലോയൊക്കെ നല്ല ഫിനിഷ് ചെയ്ത് അവർ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഭയങ്കര പൊടിയായിരുന്നു കേസ്, ഒരു രക്ഷയില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഡെയിലി യൂസ് പോകുന്ന വാഹനമായിട്ട് നമുക്ക് നല്ല രീതിയിൽ നമുക്കത് ഈ പൊടിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഭയങ്കര പാടാണ് കേസ്. അപ്പം നമ്മൾ മാക്സിമം നമ്മൾ വീട്ടിൽ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് വാഷൊക്കെ ചെയ്യും. പക്ഷേ സർവീസ് സെൻറ്ററിൽ കൊടുക്കുന്നതല്ല ആവത്തില്ല. അവർ നല്ല പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്യും. നമ്മൾ ഒരു ക്യാഷ് കൊടുക്കുന്നതനുസരിച്ച് തന്നെ അവർ അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് തരും. എത്ര പേയ്മെൻറ്റ് വന്നാലും നമ്മളത് വാണ്ടർ ബോഡി ആയാലും എല്ലാം ഒരു നല്ല രീതിയിൽ തന്നെ വാഷ് ചെയ്ത് റെഡിയാക്കി എടുക്കും. നീറ്റായി റെഡിയാക്കി എടുക്കും. വണ്ടി നമ്മൾ വൃത്തിയാക്കണം അത്ര ആവൂല. നീ എന്നെ சொல்றே? നമ്മൾ വൃത്തിയാക്കി അങ്ങനെ ഇതുപോലെ ആവൂല. ഇവിടെ നല്ല പൊടിയായിരുന്നു, ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അകത്തെല്ലാം റെഡി ആയിട്ടുണ്ട്. ബാക്കിൽ നല്ലതാണ്. ഇവിടെ എല്ലാം നല്ലോണം സെറ്റാക്കി. അത്രയ്ക്കൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. എന്നാലും നമുക്ക് മനസ്സ് പറഞ്ഞു. നല്ല പൊടിയായിരുന്നു. നല്ലോണം സർവീസ് ചെയ്ത് വണ്ടി എപ്പോഴും നമുക്ക് റെഡിയാക്കി ഇരിക്കണമെന്നുണ്ട്. പിന്നെ തൊട്ട് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പുറമാക്കാൻ വഴി റെഡിയാക്കി. നമുക്ക് വണ്ടി സർവീസ് ചെയ്യുമ്പോൾ അണ്ടർ ബോഡിയൊക്കെ നല്ല നീറ്റായിട്ട് സർവീസ് ചെയ്യണം, അല്ലേ പിന്നെ ഭാവിയിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് വഴിയെ സെറ്റാക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ കേസ്. നമ്മൾ കാറ് വാഷ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ചെറിയൊരു വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേസ്. നിങ്ങളെ സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. ലൈക്കും ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. ഓക്കെ.